നമ്മൾ വീണ്ടും ഒരു വീടിൻ്റെ ഓട് പൊളിച്ചിട്ട് സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയായിട്ട് വന്നിട്ടുണ്ട്. മഴക്കാലത്ത് ഓട് പൊളിച്ച് റെഡിയാക്കാൻ പറ്റുമോയെന്ന് എല്ലാം പലരും ചോദിക്കലുണ്ട്. അപ്പോൾ പറ്റും എന്ന് തന്നെയാണ് നമ്മുടെ മറുപടി. കാരണം മഴയുടെ ഗ്യാപ്പ് നോക്കിയിട്ടും ഭയങ്കര മഴയൊന്നും എല്ലാ സമയത്തും ഇല്ലല്ലോ. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തൊരു വർക്ക്. അപ്പോൾ നമുക്ക് പൊളിക്കേണ്ട വീട് ഇതായി കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വശം ഫുൾ ആസ്പെറ്റോസ് ആണ്, ബാക്ക് സൈഡിൽ ഓടുവാണ്. ഫ്രണ്ടിലത്തെ ആ റൂമിൻ്റെ ഫുൾ നീളത്തിൽ 10 അടിയുടെ ആസ്പെറ്റോസ് കിടക്കുന്നുണ്ട്, ബാക്ക് സൈഡിൽ ഫുൾ ഓടുവാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മെറ്റീരിയൽ എല്ലാം ആദ്യം തന്നെ ഇറക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽ ഇറക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഫുള്ള് വീട് പൊളിച്ച് റെഡിയാക്കി എടുക്കുന്നതും ഫുള്ള് പിന്നെ ഓടിട്ട് സിമെൻറ്റ് വരെ തേച്ച് കൊടുക്കുന്ന ഫുൾ വർക്കാണ് കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് ഫുൾ ഡീറ്റെയിൽസ്, അതിൻ്റെ ചിലവ് ഉൾപ്പെടെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് മെയിൻ ടാസ്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഓടിറക്കലായിരുന്നു. ഓടിറക്കുക ഭയങ്കര ടാസ്ക് ആയിരുന്നു. കാരണം അത്രയ്ക്കും ദയനീയ അവസ്ഥയിലായിരുന്നു പട്ടികയും കഴുക്കോലും ഒക്കെ ഉള്ളത്. കണ്ടില്ലേ, പൊളിച്ച് കഴിയുമ്പോഴത്തേക്കും പട്ടികയൊന്നും ഇല്ല, പട്ടികയെല്ലാം പല സ്ഥലത്തും ഇല്ല. അപ്പം വീടിൻ്റെ ഭിത്തിയുടെ മുകളിൽ മാത്രം നിന്നിട്ടാണ് നമ്മൾ ഫുള്ള് ഓട് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ഏടിയും കഴുക്കോലുകളിൽ പോലും നമുക്ക് വിശ്വസിച്ച് ചവിട്ടാൻ പറ്റുന്നൊരു അവസ്ഥയായിരുന്നില്ല. കാരണം ചവിട്ടിയാൽ പൊട്ടി താഴെ വീണെങ്കിലോ എന്നുള്ളൊരു പേടി കാരണമുണ്ട്. അതുകൊണ്ട് ഭിത്തിയിൽ നിന്നിട്ടുള്ള ഫുൾ പരിപാടി, ഭിത്തിയിലും സ്റ്റാൻഡിലും നിന്നിട്ടാണ് മൊത്തം ഇറക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഇറക്കുമ്പോൾ തന്നെ പുറത്തേക്ക് തള്ളുള്ള ഭാഗത്തുള്ള ഓട് തന്നെ താഴെ വീഴുകയാണ്. കാരണം പട്ടിക അത്രയ്ക്കും ദ്രവിച്ച് ആ ഒരു അവസ്ഥയിൽ എടുത്തിട്ടാണ്. അതുപോലെ തന്നെ ആസ്പെറ്റോസിന്റെ അവസ്ഥയും മോശമല്ല. ആസ്പെറ്റോസിന്റെ അടിയിൽ ഇതേപോലെ തടി വെച്ചിട്ട് തടി പട്ടികയായിട്ടുള്ള തടിയെല്ലാം പോയിന്, ഫുള്ളായിട്ട് പോയിന്. കഴുക്കോലും എല്ലാം പൊട്ടിക്കാണ്ടില്ല, അവിടെയെല്ലാം തൂങ്ങിയിരിക്കുകയാണ്. കാരണം ഏത് സമയവും നിലത്ത് വീഴുന്ന ഒരു കണ്ടീഷനിലാണ്. അപ്പം എങ്ങനെയെങ്കിലും താഴെ ഇറക്കുക എന്നുള്ളതാണ്. അതായത് ഓട് പരമാവധി പൊട്ടാതെ താഴെ എത്തിക്കണം. കാരണം ഓട് രണ്ടാമത് കയറ്റേണ്ടല്ലേ, അപ്പോൾ അത് പൊട്ടാതെ എത്തിക്കണം. പിന്നെ ആസ്പെറ്റോസ് പിന്നെ എന്തായാലും പൊട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം അത്രയും ഒരു 10-30 വർഷമായാലും പഴക്കമുള്ള ആസ്പെറ്റോസ് ആണ്. അപ്പോൾ എന്തായാലും ക്രാക്ക് വരും. ഫുള്ളായിട്ട് അതേ ലെവലിൽ എന്തായാലും എത്തിക്കാൻ പറ്റില്ല, ഒന്നാമത് മഴക്കാലം കൂടിയല്ലേ. അപ്പോൾ പരമാവധി നമ്മൾ ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓടും പിന്നെ ഇറക്കി, അതിനുശേഷം നമ്മൾ ആസ്പെറ്റോസും കൂടി ഇറക്കി റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആസ്പെറ്റോസിന്റെ മേലുള്ള അവസ്ഥ ഉണ്ടല്ലോ, മൊത്തം കാടായി. കാരണം പിന്നെ കുറേ നാളായിട്ട് താമസമൊന്നും ഉണ്ടായില്ല ഈ വീട്ടിൽ. അപ്പം അവരുടെ ഒരു പുതിയ വീട് വെച്ചപ്പോൾ അങ്ങോട്ട് താമസമൊന്നുമില്ല. അപ്പോൾ ഇത് നശിപ്പിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിലവിൽ വീണ്ടും റീസെറ്റ് ചെയ്തെടുക്കാനുള്ള പരിപാടിയിൽ ചെയ്യുന്നതാണ്. അപ്പം പഴയ വീടൊക്കെ ഇതുപോലുള്ളവർ ഇത് നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ കളയാൻ എളുപ്പമാണ്. അപ്പം റീസെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാനൊക്കെ കൊള്ളും. ആ രീതിയിലേക്ക് റെഡിയാക്കി എടുത്താൽ എപ്പോഴും നല്ലതായിരിക്കും. പൊളിച്ച് എല്ലാം കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പൈപ്പിന് പ്രൈമർ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഫുൾ കഴിഞ്ഞിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഒരു സൈഡിലോട്ട് ഓടിന് എണ്ണം വളരെ കുറവാണ്. ഒരു സൈഡിലോട്ട് 9 ലൈൻ ഓടേ വരുന്നുള്ളൂ, ഫ്രണ്ടിലോട്ടാണെങ്കിൽ 1 ലൈൻ കുറവാണ്. പിന്നെ അത്രയും ഓട അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ കഴുക്കോല് കാര്യങ്ങളൊക്കെ നമ്മൾ വെറും 3 കുന്നിൻ്റെ കഴുക്കോലും ഉത്തരം കാര്യങ്ങളൊക്കെ 3 1.5 ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പട്ടികയായിട്ട് നമ്മൾ ഫുള്ള് ഇനി അടിക്കാൻ പോകുന്നത് മുക്കാലാണ്. എല്ലാ പൈപ്പും തന്നെ 16 കൈൻ്റെ പൈപ്പാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഫ്രണ്ടിലോട്ട് ആസ്പെറ്റോസ് ഉണ്ട്, അത് ആടെ ആസ്പെറ്റോസ് തന്നെ ഇടാനാണ് പ്ലാൻ. കാരണം പിന്നെ ഫുൾ ഓടാകുമ്പോൾ ഓട് എക്സ്ട്രാ വേണം. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ടുള്ള ആ ചെരിവ് റെഡിയാക്കണം. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ ആസ്പെറ്റോസ് തന്നെ ഇടാനാണ്. ചിലവ് കുറഞ്ഞ് ചെയ്യുക എന്നുള്ളൊരു ആശയം കൂടി ചെയ്തിട്ടാണ് ആസ്പെറ്റോസ് ഫ്രണ്ടിൽ അതേപോലെ തന്നെ അതേ രീതിയിൽ തന്നെ റെഡിയാക്കാനുള്ള പരിപാടി. ഫ്രണ്ടിൽ ഓടാക്കി കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ഒറ്റക്കോടിയായിട്ട് സെറ്റായി കിട്ടും. പക്ഷേ ആ ഫ്രണ്ടിലൊരു ചെറിയ ചെരിവും കൂടി ഇല്ല, അത് ഭിത്തിയൊക്കെ വെക്കണം, പിന്നെ അത് തേച്ച് റെഡിയാക്കണം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അത് കൂടി തേച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ അടിപൊളിയായി, നല്ല അടിപൊളി ലുക്കിലുള്ള വീടും സംഭവമാവും. പക്ഷേ അത് അത്രയും കൂടി ചിലവ് മുടക്കാൻ പിന്നെ കാരണം അങ്ങനെ വാടകയ്ക്ക് കൊടുക്കാനൊന്നും നിലവിൽ പ്ലാനില്ലാത്തൊരു വീടാണ്. അപ്പം അതുകൊണ്ട് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ കഴുക്കോലിൻ്റെ പണിയെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി പട്ടിക അടിക്കണം. പട്ടിക അടിക്കാൻ വേണ്ടിയിട്ട് അശനിത മെയിനായിട്ട് തോത് റെഡിയാക്കുകയാണ്. അപ്പം തോതില്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല. തോട് വെച്ചിട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് പട്ടികയൊക്കെ അടിക്കാൻ എളുപ്പമുണ്ടാവും. തോത് വെക്കാതെ അടിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓടിന് നമ്മൾ തോത് വെച്ചിട്ട് തന്നെയാണ് അടിക്കല്. ഷീറ്റ് ഇടുന്ന വർക്കിന് നമ്മളങ്ങനെ തോതൊന്നും സെറ്റാക്കലില്ല. പിന്നെ തോത് എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കില്ല. വല ഓടായതുകൊണ്ട് പുതിയ ഓടാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരുപോലെ കിട്ടും. പഴയ ഓടിന് എല്ലാ ഓടിനും പല പല അളവായിരിക്കും. അപ്പോൾ എല്ലാത്തിനും കൂടി ഒക്കുന്നൊരു അളവാണ് നമ്മൾ സെറ്റാക്കല്. പഴയ ഓടാകുമ്പോൾ ഒരിക്കലും ഒരേ കമ്പനി ആണെങ്കിൽ പോലും ഒരേ രീതിയിൽ കിട്ടലില്ല. അത് പട്ടിക അടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എല്ലാം കൂടി സെറ്റാകുന്ന രീതിയിലുള്ള പട്ടിക അടിക്കുകയാണെങ്കിൽ പല അളവിൽ അടിക്കാൻ നിൽക്കണ്ട. പിന്നെ തീരെ ചെറിയ ഓടൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്തോട്ട് സെറ്റ് ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ ആ ഭാഗത്ത് പട്ടിക അടിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതിരിക്കും. പിന്നെ പട്ടിക പെട്ടെന്ന് അടിച്ച് കഴിയേണ്ട കേസുള്ളൂ. കാരണം ചെറിയ ഏരിയ പട്ടികയും കാര്യങ്ങളും ഉള്ളൂ.
മഴ ഭയങ്കര ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം മഴ ഫുള്ളായിട്ട് ടാർപ്പ കെട്ടിയിട്ടൊന്നും പണിയണ്ട, എന്നാലും വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് അതിൻ്റേതായ ഒരു താമസം വർക്കിൽ മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പെയിൻ്റ് അടിയൊക്കെയാണ് മെയിൻ. പെയിൻ്റ് അടിക്കൊക്കെ മഴ ഒന്നും ടാർപ്പൊന്നും കെട്ടാതെ തന്നെ നമുക്ക് പെയിൻ്റ് അടിക്കാനുള്ള ഗ്യാപ്പെല്ലാം കിട്ടിയത്. കാരണം ഇപ്പം ഈ വർഷം മഴ തീരെ കുറവാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മഴയൊന്നും അങ്ങനെ വളരെ അധികം കുറവാണ്. ഇത് ശരിക്കും ജൂലൈ മാസത്തിലാണ്. ജൂലൈ മാസം ഏകദേശം ലാസ്റ്റോട് കൂടി നടക്കുന്ന വർക്കാണ്. അപ്പോൾ ആ സമയത്ത് പോലും മഴയില്ല. പട്ടിക വളരെ സ്പീഡിൽ അടിച്ചു തീർക്കാനുള്ള പരിപാടിയാണ്. പട്ടികയുടെ പണി കഴിഞ്ഞിട്ടാകുമ്പോൾ പെയിൻറ്റ് ടച്ച് ചെയ്യണം. അതാണ് അതിൻ്റെ അകത്തൊരു ടാസ്ക്. കാരണം ഇതിന് പിന്നെ പ്ലാസ്റ്റിക് കെട്ടിയിട്ട് പിന്നെ പെയിൻറ്റ് ടച്ച് ചെയ്യലൊന്നും നടക്കില്ല. അപ്പം പെയിൻറ്റ് ടച്ച് ചെയ്യൽ കൂടി നടക്കാനുള്ള കുറച്ച് ഗ്യാപ്പ് കിട്ടണം. അത് ഒരു കുറച്ച് സമയം മഴ തെളിഞ്ഞ് കിട്ടിയാലേ നടക്കുള്ളൂ. പിന്നെ എപ്പോക്സി പ്രൈമർ ആയതുകൊണ്ട് പെട്ടെന്ന് അടിച്ച് കഴിഞ്ഞാൽ ഉണങ്ങും എന്നുള്ളൊരു എളുപ്പം മാത്രമാണ് ഉള്ളത്. പണ്ടത്തെ അപേക്ഷിച്ചിട്ട് അങ്ങനെ പെയിൻറ്റിങ്ങിൽ കുറേ എളുപ്പങ്ങളുണ്ട്. പണ്ട് ഒന്നുകിൽ റെഡ് ഓക്സൈഡ് പ്രൈമർ, അതല്ലെങ്കിൽ പിന്നെ അലൂമിനിയം പെയിൻറ്റ് ഒക്കെ ആയിരുന്നു പണ്ട് സ്ഥിരമായിട്ട് അടിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ഉണങ്ങണമെങ്കിൽ നല്ല താമസം വരും. ഇത് പെട്ടെന്ന് ഒരു 1/2-3/4 മണിക്കൂറൊക്കെ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണങ്ങും. പക്ഷേ അത് ശരിക്കും ഒരു ഇതായി കിട്ടണമെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നല്ലോണം തെളിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നീറ്റായിട്ടിരിക്കും. അധികം പൊളിഞ്ഞൊന്നും പോകില്ല. പെയിൻറ്റിങ്ങിൻ്റെ കൂടെ ഒരു കോട്ട് പെയിൻറ്റും കൂടി എക്സ്ട്രാ അടിച്ചാൽ അടിപൊളിയായി. ഇപ്രാവശ്യം നമ്മൾ ആ പെയിൻറ്റൊന്നും എടുക്കാൻ പ്ലാൻ ഇട്ടിട്ടില്ല. പ്രൈമർ മാത്രത്തിൽ നിർത്താനുള്ള പരിപാടിയാണ്. പിന്നെ പണ്ടത്തെ അപേക്ഷിച്ച് പൈപ്പിന് ഭയങ്കര ഓയിൽ മയം ഉണ്ട്. പണ്ടൊന്നും ആയ പൈപ്പിന് അങ്ങനെ ഓയിൽ മയം വളരെ കുറവായിരുന്നു. ഇപ്പോഴത്തെ പൈപ്പിനെല്ലാം ആ സംഭവം ഉണ്ട്. കാരണം പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകാതിരിക്കാൻ പണ്ടത്തെ ക്വാളിറ്റി എന്തായാലും ഇപ്പോഴത്തെ പൈപ്പിന് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. GP പൈപ്പ് ആണെങ്കിലും. കാരണം അത് ശ്രദ്ധിക്കുമല്ലോ. അതുകൊണ്ട് പെയിൻറ്റിങ് ഒരു കോട്ട് എക്സ്ട്രാ ചെയ്യുന്നവരടിക്കുന്നതാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. പണ്ട് GIയും GPയും മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ GP പൈപ്പ് അതിലും താഴെയുള്ള സാധനങ്ങളാണോ പറയേണ്ടി വരും. കാരണം പെട്ടെന്ന് ഒരു മഴയെല്ലാം വെറുതെ മഴയത്ത് കൊണ്ടുകഴിഞ്ഞാൽ തന്നെ പൈപ്പ് തുരുമ്പെടുക്കുന്ന അവസ്ഥയൊക്കെ വരലുണ്ട്. ഇത് കേട്ടോ, ഇത് നമ്മൾ പുതിയൊരു വർക്കിന് വേണ്ടി എടുത്തിട്ട പൈപ്പാണ്. അതെല്ലാം തുരുമ്പെടുത്തിട്ട് ഒരു ലെവലായിട്ടുണ്ട്. കാരണം കുറച്ച് ദിവസം അതിൽ ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇറക്കിയിട്ടപ്പം മൂടിയിട്ടില്ല. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓയിൽ മയെല്ലാം പോയിക്കോട്ടെന്ന് വെച്ചിട്ടാണ്. അപ്പം അത് മഴ കൊണ്ടപ്പം തന്നെ അതിന് കളർ വ്യത്യാസം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ പൈപ്പിൻ്റെ അവസ്ഥ. അപ്പോൾ പെയിൻറ്റിങ് അടിക്കുന്നതിൽ ആരും മടി വിചാരിക്കേണ്ട കേസില്ല. അതിൻ്റെ ചിലവ് പിന്നെ നോക്കേണ്ട കേസില്ല. കാരണം അത് അത്രയും ലാസ്റ്റിങ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. ഇപ്പം വെൽഡിങ്ങിൻ്റെ എല്ലാം പണി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടി ഫുൾ ഓട് കാര്യങ്ങളെല്ലാം ഇട്ട് ആസ്പെറ്റോസ് ആദ്യം തന്നെ ആസ്പെറ്റോസാണ് നമുക്ക് ഇടാണ്ടായിരുന്നത്. അത് ആസ്പെറ്റോസ് ഇട്ട് പിന്നെ ഓടെല്ലാം ചെയ്ത്. അപ്പം അതിൻ്റെ വീഡിയോ കുറച്ച് മിസ്സിങ് ആണ്. കാരണം മൊത്തം എടുക്കാൻ മഴയും കാരണം നമ്മൾ ഫുൾ എടുക്കാൻ പറ്റിയില്ല. അപ്പം ആവാൻ കുറച്ച് എടുത്തിട്ടില്ല. അപ്പം ഏകദേശം മഴ കാരണം നമ്മൾ സ്പീഡിൽ തീർക്കാനുള്ള പരിപാടിയിൽ ചെയ്തതാണ്. അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ടൈം നമുക്ക് കിട്ടിയില്ല. അപ്പം ഫുൾ ഫിനിഷായി കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഇതാണ്. കാരണം പിന്നെ ഇപ്പോൾ പുറകിലൊരു ചെറിയ കട്ടിങ് ഉണ്ടായിരുന്നു. ഒരു ബാത്റൂമിൻ്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. ആ ഏരിയ നമ്മൾ ഓടിട്ടിട്ട് കൊടുത്തു. അത് നേരത്തെ ആസ്പെറ്റോസ് ആയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒഴിവാക്കിയിട്ട് അവിടെ 4 പട്ടികയെല്ലാം അടിച്ചിട്ട് ഓടും കൂടി ഇട്ട് കൊടുത്തു. അപ്പം ആസ്പെറ്റോസ് നമ്മൾ ഫുള്ള് പുതിയ ആസ്പെറ്റോസ് വാങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ എവറസ്റ്റിൻ്റെ ആസ്പെറ്റോസാണ് വാങ്ങിയിട്ടുള്ളത്. ആസ്പെറ്റോസ് എവറസ്റ്റിൻ്റെ ആണ് പൊതുവേ നല്ല കമ്പനി എന്ന് പറയുന്നത്. കാരണം അത്യാവശ്യം ലാസ്റ്റിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എവറസ്റ്റിൻ്റെയാണ്. പിന്നെ മൂലയോടെല്ലാം നമ്മൾ സിമെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മൂലയോട് പരമാവധി സിമെൻറ്റ് ചെയ്യാൻ കൂടി ശ്രമിക്കുക കേട്ടോ. അതിന് ഒരു ചെറിയ വേരിയേഷനേ വരുള്ളൂ. സിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം പിന്നെ വലിയ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കയറില്ല. കയറി കഴിഞ്ഞാൽ തന്നെ ഇളക്കി മൂലയോട് പെട്ടെന്ന് ഇളകി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മേലെ കയറണമെങ്കിൽ നമ്മളെപ്പോലുള്ളവരെ കൊണ്ട് കയറൽ നടക്കുള്ളൂ. അല്ലെങ്കിൽ സാധാരണ വീട്ടിലുള്ളവരെ കൊണ്ടൊന്നും കയറാൻ പറ്റില്ല എന്നല്ല, കയറുന്നവർ കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ മഴക്കാലത്ത് കയറലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പായൽ ഭയങ്കര പ്രശ്നമാണ്. പായൽ പിടിച്ച് കഴിഞ്ഞാൽ ഓട് അല്ല എന്ത് സംഭവമാണെങ്കിലും പായൽ പിടിച്ച് കഴിഞ്ഞാൽ നല്ല തെന്നലും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ സിമെൻറ്റും കൂടി വെക്കാനുള്ള ശ്രമിക്കുക. അതിന് ചെറിയൊരു പൈസയും കൂടി എക്സ്ട്രാ വരും. ചെറിയൊരു പൈസ എന്ന് പറഞ്ഞാൽ പൈസ വരും. പിന്നെ ഒരു ദിവസം എക്സ്ട്രാ നമ്മൾ പണിയെടുക്കേണ്ടി വരും. എന്നാലേ അത് സെറ്റ് ആവുള്ളൂ. അപ്പം അതിനും കൂടി ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഓട് എല്ലാം പഴയത് അപ്പുറത്ത് ഇവിടെ കുറച്ച് പോയിന്. അപ്പം അപ്പുറത്ത് കുറച്ച് പഴയ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് വെക്കുക ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആസ്പെറ്റോസ് നമ്മൾ എല്ലാം 10 അടിയുടെ ആസ്പെറ്റോസാണ് ഫുള്ള് പുതിയത് വാങ്ങിയിട്ട് സെറ്റാക്കുക. അതിന് ആസ്പെറ്റോസിൻ്റെ അടിയിലും ഫുള്ള് പൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വർക്കിന് മൊത്തത്തിൽ വന്നിരിക്കുന്ന ആസ്പെറ്റോസിൻ്റെ വിലയും സിമെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന മൊത്തത്തിൽ വന്നിരിക്കുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ 1,20,000 രൂപയാണ്. അതിൻ്റെ അകത്ത് പൊളിക്കൽ ഉൾപ്പെടെ നമ്മളെ ഫുള്ള് പണി എല്ലാ കാര്യങ്ങളും സിമെൻറ്റ് പിന്നെ വെക്കൽ ഉൾപ്പെടെ ആസ്പെറ്റോസ് എല്ലാ സംഭവങ്ങളും, അതായത് പൈപ്പിന് പെയിൻറ്റിങ് ഇല്ല, ഒരു കോട്ട് പ്രൈമർ ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുള്ള പൈസയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പലരും വീഡിയോ കണ്ടിട്ട് നമ്മളെ റേറ്റ് എങ്ങനെയാണെന്നെല്ലാം ചോദിച്ച് പലരും വിളിക്കലുണ്ട്. അപ്പോൾ ഓരോരാൾക്കും ഓരോ റേറ്റ് ആയിരിക്കും. കാരണം റേറ്റ് എന്ന് പറഞ്ഞാൽ പല വീടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് സ്ക്വയർ ഫീറ്റ് ഒരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ഭയങ്കര വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ മോഡൽ കാര്യങ്ങളൊക്കെ അനുസരിച്ച്. അപ്പോൾ നമ്മൾ സമയം കിട്ടുമ്പോൾ നമ്മളെ വിളിച്ച് കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് റിപ്ലൈ ഒക്കെ പരമാവധി തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ റേറ്റിൻ്റെ കാര്യത്തിൽ ഇതാണ്. പല വലുപ്പത്തിലുള്ള വീടുകൾക്കും പല റേറ്റ് ആയിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക.
സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുകയാണെങ്കിൽ 120 തൊട്ട് 150 രൂപ വരെയൊക്കെ സ്ട്രക്ചർ വർക്കിന് റേറ്റ് വാങ്ങാവുന്നതാണ്, അതായത് പൈപ്പ് ഉൾപ്പെടെ. പക്ഷേ അതിലെല്ലാം ഈ വർക്കിനൊക്കെ വരുമ്പോൾ അത് മോഡൽ അനുസരിച്ച് വേരിയേഷൻ മൊത്തത്തിൽ വരും. അപ്പം നമ്മൾ റേറ്റ് പറയുന്നതിൽ ഭയങ്കര വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം പലരും അതായത് വീട് കണ്ടു കഴിഞ്ഞിട്ട് ഒരളവെടുത്തിട്ട് റേറ്റ് പറയുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി വീടൊന്ന് പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ അടിപൊളി വീടാകും. പിന്നെ ആ ജനലിനൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും, അതൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി കഴിഞ്ഞാൽ അടിപൊളിയാകും. അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടമായി കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇനിയും ഇതുപോലുള്ള തുടർന്നും വീഡിയോ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി റൂഫിങ്ങിൻ്റെ വീഡിയോ, സാധാ കോഡും നാടൻ പിന്നെ സെറാമിക് കോഡും അങ്ങനെയുള്ള വർക്കുകളും പിന്നെ വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളും ടിപ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുപോലെ ചെയ്തിരിക്കുന്നത് ഒക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക.